നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ ടീം വരുന്ന ദിവസങ്ങൾ നിർണായകമാണെന്നും ചികിത്സകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും പാപ്പായുടെ മെഡിക്കൽ ടീം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ശ്വാസകോശങ്ങളെയും ബാധിച്ച ന്യൂമോണിയ പാപ്പായുടെ ആരോഗ്യാവസ്ഥ സങ്കീർണമാക്കിയതിനെ തുടർന്ന് ലോകമെങ്ങും പ്രാർത്ഥനകൾ ഉയരുകയാണ്. ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫ്രാൻസിസ് പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് അറിയിച്ച പാപ്പയുടെ മെഡിക്കൽ ടീം റോമിലെ ജെമ്മല്ലി ഹോസ്പിറ്റലിൽ നടന്ന പത്രസമ്മേളനത്തിൽ പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ മെഡിക്കൽ ടീം പങ്കുവച്ചു. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പാപ്പയ്ക്ക് ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയ ടീം അംഗങ്ങൾ പാപ്പ പതിവ് പോലെ നർമ്മസംഭാഷണം നടത്തുന്നതായും വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ മരണഭീഷണിയിലല്ല, എന്നാൽ അദ്ദേഹം പൂർണ്ണമായി അപകടത്തിൽ നിന്ന് മുക്തനായിട്ടില്ലെന്ന് മെഡിക്കൽ ടീം വിശദീകരിച്ചു. റോമിലെ ജെമ്മല്ലി ഹോസ്പിറ്റലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർപ്പാപ്പയെ പരിചരിക്കുന്ന സംഘത്തിന്റെ തലവൻ ഡോക്ടർ സെർജിയോ ആൽഫിയേരിയും വത്തിക്കാനിലെ ഹെൽത്ത് കെയർ സർവീസ് വൈസ് ഡയറക്ടർ ഡോക്ടർ ലൂയിജി കാർബോണും മാധ്യമപ്രവർത്തകരുമായി 40 മിനിറ്റോളം സംസാരിച്ചു. മാർപ്പാപ്പ വെന്റിലേറ്റർ സഹായം ഉപയോഗിക്കുന്നില്ലെന്നും ഡോക്ടർ ആൽഫിയേരി ഊന്നി പറഞ്ഞു. പക്ഷേ ശ്വസന ബുദ്ധിമുട്ട് മൂലം ശാരീരിക ചലനങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും മാർപ്പാപ്പ ഒരു കസേരയിൽ ഇരിക്കുകയും ജോലി ചെയ്യുകയും പതിവ് പോലെ തമാശ പറയുകയും ചെയ്യുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഉത്കണ്ഠ എന്താണെന്ന ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിലെ അണുക്കൾ രക്തപ്രവാഹത്തിൽ പ്രവേശിച്ച് സെപ്സിസ് ഉണ്ടാക്കാനുള്ള അപകട സാധ്യതയുണ്ട് എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി. എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഘട്ടത്തിൽ ആശുപത്രി വിട്ട് വത്തിക്കാനിലെ കാസ സാന്താ മാർത്തിയിലേക്ക് മടങ്ങുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ഡോക്ടർ ആൽഫിയേരി പറഞ്ഞു. കാനഡയിലെ ടൊറന്റോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഡെൽറ്റ യാത്രാവിമാനം തലകീഴായി മറിഞ്ഞു. വിമാനത്തിലെ 80 യാത്രക്കാരിലും ജീവനക്കാരിലും ഉൾപ്പെട്ട 21 പേരെ സംഭവത്തിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടിച്ച് മറിഞ്ഞ ജെറ്റ് വിമാനത്തിലെ യാത്രക്കാർക്ക് ഡെൽറ്റ എയർലൈൻസ് കഴിഞ്ഞ ദിവസം $30,000 വീതം വാഗ്ദാനം ചെയ്തു. 4 ക്യാബിൻ ക്രൂ അടക്കം 80 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അമേരിക്കയിലെ മിനിയാപോളിസിൽ നിന്നും ടൊറന്റോയിലെത്തിയ ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മഞ്ഞുവീഴ്ചയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നാണ് അപകടമെന്നാണ് റിപ്പോർട്ടുകൾ. ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് കടുത്ത മഞ്ഞുമൂടിയ നിലയിലായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്നതിനും തൊട്ടു മുൻപ് കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. 60 വയസ്സായ ഒരു പുരുഷന്റെയും 40 വയസ്സുള്ള സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 പേരെ ഹെലികോപ്റ്റർ വഴി ട്രോമ സെന്ററുകളിലേക്ക് മാറ്റി. പരിക്കേറ്റ 12 യാത്രക്കാരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനോനിൽ നിന്നും പിൻവാങ്ങി ഇസ്രായേൽ സൈന്യം. നവംബറിൽ നടന്ന സമാധാന കരാറിന്റെ ഭാഗമായാണ് പിൻവാങ്ങൽ. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലുള്ള 5 ഔട്ട് പോസ്റ്റുകളിൽ സൈന്യം അനിശ്ചിതകാലത്തേക്ക് സുരക്ഷാ ചുമതല നിർവഹിക്കുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ലെബനോൻ സൈന്യം ശക്തമല്ലാത്ത തെക്കൻ ലെബനോനിൽ നിരീക്ഷണം തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങിയെങ്കിലും ഹിസ്ബുള്ള കരാർ ലംഘിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ലബനൻ അതിർത്തിയിലെ ബഫർ സോണിലെ 5 തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ലബനനിലെ ഈ 5 ഔട്ട് പോസ്റ്റുകൾ നവംബറിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിരുന്നില്ല. വടക്കൻ ഇസ്രായേലിലെ പൗരന്മാർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും. ഹിസ്ബുള്ള ലിതാനി നദിയുടെ വടക്കു ഭാഗത്തേക്ക് പിൻവാങ്ങണം. ലബനൻ സൈന്യം കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കണം. US മേൽനോട്ടത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ നിരായുധരാക്കുകയും വേണം എന്നതാണ് കരാറിലെ ഇസ്രായേൽ നിബന്ധനകൾ. തെക്കൻ ലബനോനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം ഇപ്പോൾ തുടരുകയാണ്.
2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ലെബനൻ അതിർത്തിയിലും ഇസ്രായേൽ ധാരാളം സൈനിക പോസ്റ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നിന്നുള്ള ഏതൊരു ഭീഷണിയും നേരിടാൻ സൈന്യം തയ്യാറാണെന്നും അതിർത്തിയിൽ താമസിക്കുന്ന കമ്മ്യൂണിറ്റികൾക്ക് ഈ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നു. അതേസമയം തെക്കൻ ലെബനോനിൽ ഹിസ്ബുള്ളയെ തടയാനുള്ള ലെബനൻ സൈന്യത്തിന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അമേരിക്കയെ ബോധ്യപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്. US-ലെ ക്യാമ്പസുകളിൽ ഉണർവിന്റെ കൊടുങ്കാറ്റ് വീശുന്നു. യുണൈറ്റ് US ആതിഥേയത്വം വഹിച്ച പരിപാടി കെൻറ്റക്കി സർവകലാശാലയിലെ റൂപ്പ് എറീനയിലേക്ക് 8000 വിദ്യാർത്ഥികളെയാണ് ആകർഷിച്ചത്. 2000-ലധികം വിദ്യാർത്ഥികൾ കെൻറ്റക്കിയിൽ മാത്രം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് 2000-ഓളം യുവാക്കൾ യേശുക്രിസ്തുവിന് തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ വലിയ ഉണർവിന്റെ അനുഭവത്തിന് സാക്ഷ്യം വഹിച്ച് ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. യുണൈറ്റ് US ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ ഫെബ്രുവരി 18 ചൊവ്വാഴ്ച ആയിരക്കണക്കിന് കോളേജ് വിദ്യാർത്ഥികളാണ് ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അവരിൽ 2000-ഓളം പേർ തങ്ങളുടെ ഹൃദയങ്ങളുടെ കർത്തൃത്വം ക്രിസ്തുവിന് സമർപ്പിക്കാൻ തീരുമാനമെടുത്തതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷമായി ക്യാമ്പസിലുള്ള ദൈവിക ഇടപെടൽ തങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതായും ക്രിസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ആ രാത്രി 2000-ഓളം വിദ്യാർത്ഥികൾ അനുഭവിച്ചതായും യുണൈറ്റ് US സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചു. ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അത്ഭുത രാത്രിയിൽ 2000-ഓളം വിദ്യാർത്ഥികൾ യേശുവിനൊപ്പം ചേരാൻ തീരുമാനിച്ചതിനെപ്പറ്റിയും കോളേജ് ദൈവം എങ്ങനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നതിനെപ്പറ്റിയും യുണൈറ്റഡ് USന്റെ സ്ഥാപക ടോണിയ പ്രവെറ്റും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞയാഴ്ച കെൻറ്റക്കി സർവകലാശാലയിൽ നടന്ന യുണൈറ്റഡ് US ശുശ്രൂഷയിലും 2000-ലധികം വിദ്യാർത്ഥികൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്നു. വിദ്യാർത്ഥികൾ ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ആനന്ദം പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി തള്ളി. ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് 9ാം സർക്യൂട്ട് അപ്പീൽസ് കോടതിയുടെ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ വീണ്ടും എത്തിയതിന് പിന്നാലെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അത്ര എളുപ്പം നടക്കില്ലെന്ന കോടതി വിധി സൂചിപ്പിക്കുന്നു. ജന്മാവകാശ പൗരത്വം റദ്ദാക്കാൻ ഒപ്പുവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ 9ാം സർക്യൂട്ട് അപ്പീൽ കോടതി നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഉത്തരവ് കോടതി തള്ളി. ഭരണഘടന ലംഘനമാണെന്ന് കണ്ടാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച ഉത്തരവ് നടപ്പായാൽ താൽക്കാലിക ജോലിയിലോ ടൂറിസ്റ്റ് വിസയിലോ US-ൽ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ കുട്ടികൾക്ക് ഇനി സ്വയമേവ അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല. നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കും. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ ജന്മാവകാശ പൗരത്വത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഉത്തരവ് നടപ്പായാൽ അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസം അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ അമേരിക്കൻ പൗരത്വം ലഭിക്കുകയുള്ളൂ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്. സെയിന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് 23 മുതൽ 25 വരെ ന്യൂജേഴ്സിയിൽ നടക്കും. ബിഷപ്പ് ജോയ് ആലപ്പാട്ടിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും സന്ദേശവുമായി 2 പുതിയ പ്രൊമോ വീഡിയോകൾ പുറത്തിറങ്ങി. യൂക്കറിസ്റ്റിക് കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്യാൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മഹത്തായ ഒരു സന്ദേശവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപാകെ സന്നിഹിതനാകുന്നത്. ചിക്കാഗോ കേന്ദ്രമായി 2001 ആരംഭിച്ച സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ 25ാം വാർഷികത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ വാർഷിക നമ്മെ സംബന്ധിച്ച് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. വളരെ നാളത്തെ പ്രാർത്ഥനയുടെയും
പരിശ്രമത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് അമേരിക്കയിൽ സീറോ മലബാർ സഭയ്ക്ക് ഒരു രൂപത സ്ഥാപിച്ച് കിട്ടിയത്. ഈ കഴിഞ്ഞ 25 വർഷക്കാലം നാം കടന്നു പോന്ന ആ വഴിത്താരയിൽ ദൈവം നമ്മോട് കൂടി ആയിരുന്നുകൊണ്ട് ധാരാളം സമൃദ്ധമായ കൃപാവരങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി. ആ കൃപാവരങ്ങൾക്ക് നന്ദി പറയുന്നതിനായിട്ടാണ് നമ്മൾ മെയ് മാസം 23, 24, 25 ദിവസങ്ങളിൽ ന്യൂജേഴ്സിയിലുള്ള സെൻറ് തോമസ് സീറോ മലബാർ ഫൊറൈൻ ചർച്ച് സോമർസെറ്റ് പള്ളിയിൽ വെച്ച് ഒരു യൂക്കറിസ്റ്റിക് കോൺഗ്രസ് ആദ്യമായി നമ്മുടെ രൂപതയിൽ നമ്മൾ നടത്തുന്നത്. ഈ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനവധിയായ നന്മകൾക്ക് നന്ദി പറയുന്നതിനും ഇനിയും തുടർന്നുള്ള നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്ക് ആവശ്യമായ വിശ്വാസ വെളിച്ചം ധാരാളമായി സിദ്ധിക്കുന്നതിന് യാചിച്ചുകൊണ്ടും നമുക്ക് ഒരുമിക്കാം. കർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും നാം ഒരുമിച്ച് ചേർന്ന് ഒരു സഭാ സമൂഹം എന്ന രീതിയിൽ അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നമുക്ക് അർപ്പിക്കാം. നമ്മോടൊപ്പം പങ്കുചേരുന്നതിനായി സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മറ്റ് പ്രഗത്ഭ വ്യക്തികളും പങ്കെടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഈ യൂക്കറിസ്റ്റിക് കോൺഗ്രസ്സിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാൻ ലഭിക്കുന്ന ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് വിക്കിപീഡിയയുടെ സഹസ്ഥാപകനായ ലോറൻസ് മാർ സാങ്കർ. നിരീശ്വരവാദത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള സാങ്കറിന്റെ യാത്ര ഏവർക്കും വലിയ വിശ്വാസ സാക്ഷ്യമാണ്. താൻ കണ്ടെത്തിയ സത്യദൈവത്തെ ഏവർക്കും പകർന്നു നൽകാനും വിക്കിപീഡിയയുടെ സഹസ്ഥാപകൻ മറന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വിപുലവും ഏറ്റവും അധികം പ്രചാരത്തിലുള്ളതുമായ റഫറൻസ് സോഴ്സായ വിക്കിപീഡിയയുടെ സഹസ്ഥാപകനായ ലോറൻസ് മാർ സാങ്കർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഈയിടെ ക്രിസ്തുവിശ്വാസത്തിലേക്കുള്ള തൻ്റെ പരിശീലനം ലോറൻസ് മാർക്ക് പ്രഖ്യാപിച്ചിരുന്നു. താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പൂർണ്ണമായും പരസ്യമായും ഏറ്റുപറയാനും വിശുദ്ധീകരിക്കാനുമുള്ള സമയമാണിതെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് സാങ്കർ തൻ്റെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞിരിക്കുന്നത്. സ്വയം ഒരു നിരീശ്വരവാദി എന്ന് അവകാശപ്പെട്ടിരുന്ന 56-കാരനായ സാങ്കർ ഇന്ന് തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള യാത്ര ലോകം മുഴുവനോടും പങ്കുവയ്ക്കുന്നത് ആഗോള ശ്രദ്ധ നേടുകയാണ്. ലൂത്രൻ മാതാപിതാക്കൾക്ക് ജനിച്ച സാങ്കർ 12-ാം വയസ്സിൽ ലൂത്രൻ സഭയിൽ അംഗത്വം സ്വീകരിച്ചു. കൗതുകവും ജിജ്ഞാസയുമുള്ള ഒരു കുട്ടിയെന്ന നിലയിൽ വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങൾ മാത്രമാണ് സാങ്കറിന് ലഭിച്ചിരുന്നത്. ക്രമേണ മതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കുന്നതിന് ഇത് തുടക്കമിട്ടു. ഏകദേശം 13 വയസ്സുള്ളപ്പോൾ തൻ്റെ ആഴത്തിൽ ആകർഷിച്ച തത്വചിന്തയിലേക്ക് സാങ്കർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിൽ കൂടുതൽ പര്യവേഷണം ചെയ്യാൻ തീരുമാനിച്ച സാങ്കർ കോളേജ് കാലഘട്ടത്തിൽ തത്വചിന്തയിൽ ബിരുദം നേടി. പിന്നീട് PhD പഠനത്തിലേക്ക്. അക്കാദമിക് പരിശീലന ഘട്ടത്തിൽ പ്രത്യേകിച്ച് അനലറ്റിക് ഫിലോസഫിയിൽ പലപ്പോഴും നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ഒരു മേഖല അദ്ദേഹത്തിലെ അവിശ്വാസത്തെ ഉറപ്പിച്ചു. നിരീശ്വരവാദത്തിലുള്ള സാങ്കറിൻ്റെ ബോധ്യത്തെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വിവാഹവും ആദ്യകുട്ടിയുടെ ജനനവും ഉൾപ്പെടെയുള്ള പ്രധാന ജീവിത സംഭവങ്ങളോട് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഈ അനുഭവങ്ങൾ മറ്റുള്ളവരോടുള്ള ധാർമ്മിക ബാധ്യതകൾ എല്ലായ്പ്പോഴും സ്വന്തം താല്പര്യം കൊണ്ട് മാത്രം യുക്തിസഹമായി ന്യായീകരിക്കാനാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തിൽ ജനിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. സ്വന്തം അവിശ്വാസത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളും ക്രിസ്ത്യാനികളോടുള്ള ദീർഘകാല ബഹുമാനവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്യത്തെ പുനർവിചിന്തനം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 2019 സാങ്കർ ബൈബിൾ വീണ്ടും വായിക്കാൻ ആരംഭിച്ചു. ഇത്തവണ ബൈബിൾ കൂടുതൽ ശ്രദ്ധയോടെ വായിച്ചു. ബൈബിൾ വ്യാഖ്യാനങ്ങളും അനുബന്ധ ദൈവശാസ്ത്ര കൃതികളും സഹിതം തിരുവെഴുത്തുകൾ സമഗ്രമായി പഠിച്ചപ്പോൾ തൻ്റെ ആശങ്കകൾക്ക് ഉത്തരം നൽകാൻ ബൈബിളിന് കഴിയുന്നുവെന്ന് സാങ്കർ മനസ്സിലാക്കി. ക്രമേണ നിരീശ്വരവാദ വീക്ഷണം തുടച്ചുമാറ്റി സാങ്കർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. LarrySanger.org ഒരു ബ്ലോഗ് പോസ്റ്റിൽ അദ്ദേഹം തൻ്റെ ആത്മീയ യാത്രയെ വിശദമായി രേഖപ്പെടുത്തി. ഒരു പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിൽ അംഗമായിരുന്നെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള തൻ്റെ അന്വേഷണത്തിലും നിഗമനത്തിലും സാങ്കർ സജീവമായി വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിയ സാങ്കേതിക ദർശകനായ സാങ്കർ തൻ്റെ വായനക്കാരെ ദിനംപ്രതി തിരുവെഴുത്തുകളുമായി ഇടപഴകാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ദിവസവും ബൈബിൾ വായിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേവലം ഒരു നിർദ്ദേശമല്ല, മറിച്ച് ഒരു ഉറപ്പായിരുന്നു. താൻ കണ്ടെത്തിയ സത്യവിശ്വാസത്തിൽ എല്ലാവർക്കും പ്രത്യാശ അർപ്പിക്കാം, വിശ്വസിക്കാം എന്ന ഉറപ്പ്.
ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്. യൂറോപ്പിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജർമ്മനിയിൽ നടന്ന 61ാമത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ വാൻസ് നടത്തിയ പ്രസംഗത്തിലായിരുന്നു യൂറോപ്പിനുള്ള ആഹ്വാനം. യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചുവരുന്ന മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള ആക്രമണങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തൽ, ജനാധിപത്യ മൂല്യങ്ങളുടെ ശോഷണം എന്നിവയെ വിമർശിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് 61ാമത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലെ ശക്തമായ പ്രസംഗത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള US വൈസ് പ്രസിഡന്റിന്റെ ഓർമ്മപ്പെടുത്തൽ. അടുത്തിടെ ഒരു അഫ്ഗാൻ അഭയാർത്ഥി ജനക്കൂട്ടത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി അതിക്രൂരമായ അപകടം സൃഷ്ടിച്ചിരുന്നു. മ്യൂണിക്കിൽ നടന്ന ഈ ആക്രമണത്തിൽ ഇരയായവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് തന്റെ പ്രസംഗം ആരംഭിച്ചത്. പരമ്പരാഗതമായി മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് ബാഹ്യ സുരക്ഷാ ഭീഷണികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാൻസ് നടത്തിയ പ്രസംഗം സദസ്സിന്റെ കയ്യടിക്കൊപ്പം ആഗോള ശ്രദ്ധ നേടുകയാണ്. അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളുടെ ശോഷണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയ വാൻസ് പൗരത്വ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സമീപകാല സംഭവങ്ങളിൽ കടുത്ത താക്കീത് നൽകി. യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്ന നിരവധി സമീപകാല സംഭവങ്ങളും വാൻസ് ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന മതസ്വാതന്ത്ര്യത്തിന്മേൽ യുണൈറ്റഡ് കിങ്ഡം നടത്തുന്ന ആക്രമണത്തെയും അദ്ദേഹം വിമർശിച്ചു. അബോർഷൻ ക്ലിനിക്കിന്റെ 50 മീറ്ററിനുള്ളിൽ പ്രാർത്ഥിച്ചതിന് 51-കാരനായ ആദൻ സ്മിത്ത് കോർണറിനെ അറസ്റ്റ് ചെയ്ത ഭരണകൂട നയങ്ങളെ വൈസ് പ്രസിഡന്റ് അപലപിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പുതിയ US ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വിളിച്ചു പറയുന്നതായിരുന്നു വാൻസിന്റെ പരാമർശങ്ങൾ. വിയോജിപ്പുള്ള ശബ്ദങ്ങളെ ഭയപ്പെടരുതെന്നും പകരം പൗരന്മാരുടെ ആശങ്കകളുമായി ഇടപഴകണമെന്നും അദ്ദേഹം യൂറോപ്യൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുക എന്നാൽ ഓരോ പൗരനും അഭിപ്രായവും ശബ്ദവും ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നതാണെന്ന് വാൻസ് സദസ്സിനെ ഓർമ്മിപ്പിച്ചു. 2ാം ട്രംപ് ഭരണകൂടത്തിലെ ഒരു കരുത്തനായ ക്രൈസ്തവ വിശ്വാസിയാണ് JD വാൻസ്. ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരിൽ ഒരാളായി വാൻസ് വിശേഷിപ്പിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വാൻസ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിലവിലുള്ള നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന അഭിപ്രായങ്ങൾ പൗരന്മാർ പ്രകടിപ്പിക്കുമ്പോഴും സർക്കാരുകൾ അവരുടെ ആളുകളെ ഭയപ്പെടേണ്ടതില്ലെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭയപ്പെടേണ്ട എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഉത്ബോധനമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് വാൻസ് അവസാനമായി നൽകിയ സന്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് രോഗവിമുക്തി ആശംസിച്ച് 9 വയസ്സുകാരി സ്പാനിഷ് പെൺകുട്ടി എഴുതിയ കത്ത് ശ്രദ്ധ നേടുന്നു. സ്പെയിനിലെ സെഗോർബി കാസ്റ്റലോൺ രൂപതയിലെ 9 വയസ്സുകാരിയായ മരിയയും മുൻപ് ന്യൂമോണിയ ബാധിതയായിരുന്നു. ഫ്രാൻസിസ് പാപ്പായെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ബൈലാറ്ററൽ ന്യൂമോണിയ തന്നെയാണ് മരിയയെയും ബാധിച്ചിരുന്നത്. വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥനയും ആശംസയും അറിയിച്ചാണ് മരിയയുടെ കത്ത്. കഴിഞ്ഞ 6 ദിവസമായി ജമലി പോളിക്ലിനിക് ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രോഗമുക്തി ആശംസിച്ച് 9 വയസ്സുകാരി സ്പാനിഷ് പെൺകുട്ടി മരിയ എഴുതിയ കത്ത് ശ്രദ്ധേയമാകുന്നു. 1857 വിശുദ്ധ മരിയ റോസ മോളാസും വാൽവയും ചേർന്ന് സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് അവർ ലേഡി ഓഫ് കൺസലേഷൻ സന്യാസിനി സമൂഹം നടത്തുന്ന ബുറിയാന പട്ടണത്തിലെ കൺസോളേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചു പെൺകുട്ടി. 2 വർഷം മുമ്പ് ബൈലാറ്ററൽ ന്യൂമോണിയ പിടിപെട്ട് 12 ദിവസം ആശുപത്രിയിൽ കിടന്നിരുന്നുവെന്ന് പെൺകുട്ടി പാപ്പയ്ക്കയച്ച കത്തിൽ പറയുന്നു. അതിൽ 2 ദിവസം ICUവിലായിരുന്നു. എന്റെ ആശംസകൾ നേരുന്നതിനാണ് ഞാൻ എഴുതുന്നതെന്നും എത്രയും വേഗം പാപ്പ സുഖം പ്രാപിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥനയെന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ താൻ മാതാപിതാക്കളോടൊപ്പം റോമിലേക്ക് ഒരു തീർത്ഥാടനത്തിന് എത്തിയിരുന്നുവെന്നും പാപ്പയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നും മരിയ കത്തിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ പാപ്പ അന്ന് ഇന്തോനേഷ്യൻ സന്ദർശനത്തിലായിരുന്നുവെന്ന ദുഃഖവും അവൾ പങ്കുവച്ചിട്ടുണ്ട്. ആരോഗ്യം വേഗം വീണ്ടെടുക്കട്ടെ എന്ന ആശംസയോടെയാണ് കുഞ്ഞു മരിയയുടെ കത്ത് അവസാനിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ഛായാചിത്രവും കത്തിലുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.